ഇപ്പോൾ ഫെമിനിച്ചി ഫാത്തിമയുടെ ഡയറക്ടർ ഫാസിൽ മുഹമ്മദ് ചേരുകയാണ്. ശ്രീ ഫാസിൽ, അഭിനന്ദനം. മാത്രമല്ല, ഈ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലൂടെ ഒരുപാട് എഫർട്ടുകൾ, ഒരുപാട് വിവാദങ്ങളൊക്കെ ആയതാണ്. ഇപ്പോൾ അതിന് പുരസ്കാരം ലഭിക്കുന്നു, എങ്ങനെ തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. ആദ്യത്തെ സിനിമയാണ്, അതിന് അംഗീകാരങ്ങൾ എപ്പോഴും ഭയങ്കര സന്തോഷമായിട്ട്. മികച്ച നടിക്കും കിട്ടി, നവാഗത സംവിധായകനും കിട്ടി അല്ലേ? അതെ, മികച്ച രണ്ടാമത്തെ സിനിമക്ക് കിട്ടി. അതെ, രണ്ടാമത്തെ സിനിമയ്ക്കും കിട്ടി. ഓക്കെ, അത് എങ്ങനെയാണ് പ്രചോദനമാകുന്നത് തുടർന്നുള്ള? തീർച്ചയായിട്ടും ഞാൻ ആദ്യത്തെ സിനിമയാണ്. നമ്മൾ വളരെ എന്റെ സുഹൃത്തുക്കളും എന്റെ നാട്ടുകാരും പൊന്നാനിന്ന് ചെയ്ത സിനിമയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്ത സിനിമയാണ്. അപ്പൊ അതിന് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഞാനിട്ട എന്റെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ച എന്റെ സമയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിസൾട്ടായിട്ട് ഞാൻ അതിനെ കാണാണ്. ഇതിന് വേണ്ടി എടുത്ത എഫർട്ട്, ഇത് പല വിധത്തിലുമുള്ള വിവാദങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഇതിനു വേണ്ടി എടുത്ത എഫർട്ടും ഒക്കെ ഒരു അവാർഡിലേക്ക് എത്തും, അത് അവാർഡിന്റെ കണ്ണിൽ തടയും എന്ന് താങ്കൾക്കൊരു ആത്മവിശ്വാസം ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് IFFK കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കത് കണക്റ്റായി. കാരണം വിവാദങ്ങളുടെ അപ്പുറത്ത് ആളുകൾ ഇത് കണ്ട് ആളുകൾ തിരിച്ചറിയപ്പെടുന്നുള്ളതാണ്. അവരെ എന്താണ് നമ്മുടെ സിനിമ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് ആളുകളുടെ എത്തുന്നുള്ളതാണ്. വിവാദങ്ങൾ എന്ന സാധനം എനിക്ക് അറിയില്ല. ഞാൻ എന്റെ സിനിമയ്ക്ക് ഇതൊരു വിവാദമല്ല, എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്റെ സിനിമ കണ്ട ആളുകൾ തീർച്ചയായിട്ടും ഇതൊരു ഈ പടം കണ്ട് അവർക്കൊരു തിരിച്ചറിവായിട്ട് ഇത് മാറുന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അവാർഡുകൾ IFFK തൊട്ട് തുടങ്ങിയ അവാർഡുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷമുണ്ട്. നമുക്ക് നിരന്തരമായിട്ട് ഓരോ അവാർഡ് തീരുമ്പോഴും അടുത്തടുത്ത അവാർഡ് ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് സന്തോഷമുണ്ട്. ആദ്യത്തെ സിനിമ എന്ന രീതിയിൽ വളരെ സന്തോഷം.